വാഹനങ്ങൾ ചീറിപ്പായുന്ന 6 വരി ദേശീയപാതയിലോ കൊച്ചിയിലെ ഗതാഗതക്കുരുക്കിലോ ഒരു കറുത്ത എസ് ക്ലാസ് പതിയെ പോകുന്നത് നിങ്ങൾക്കൊരു തടസ്സമായാൽ നിർത്താതെ ഹോണടിച്ച് പേടിപ്പിക്കരുതേ. അകത്തൊരു തുടക്കക്കാരനാണുള്ളത്. വാഹനം വാങ്ങുന്നെങ്കിൽ അത് സ്വപ്നതുല്യമായൊരു വാഹനമായിരിക്കണമെന്ന നിലപാടിലായിരുന്നു സൈക്കിൾ പോലും സ്വന്തമായി ഇല്ലാത്ത ഷെഫ് സുരേഷ് പിള്ള. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പ് വെറുതെയായില്ല. ആദ്യമായി വാങ്ങുന്ന വാഹനം റോഡിലെ ആഡംബരത്തിൻ്റെ അവസാന വാക്കെന്ന് പറയാവുന്ന മെഴ്സിഡസ് ബെൻസ് എസ് ക്ലാസ് ആണ്. 43 വർഷത്തെ ജീവിതത്തിൽ ഒരു വാഹനം പോലും സ്വന്തമായി വാങ്ങാതെ ആദ്യം വാങ്ങിയ വാഹനം ലോകത്ത് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിൽക്കപ്പെടുന്ന 2 കോടിയോളം രൂപ വില വരുന്ന ലക്ഷറി സെഡാൻ ആയതിൻ്റെ സന്തോഷത്തിലാണ് ഷെഫ്. ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും വലിയ വിലയേറിയ ഒരു ലക്ഷറി സെഡാനാണ് ഷെഫ് ആദ്യമായിട്ട് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത്? ശരിക്കും എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. നമ്മളൊരു വാഹനം ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും അങ്ങനെ പ്രമോമായിട്ട് ഇങ്ങനൊരു ലക്ഷറി കാർ വാങ്ങിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്ന ഒരാളല്ല. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജോലി കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്നെ പോലെ ഒരാൾക്ക് വളരെ ചെറിയ കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റും. 43 ഇയേഴ്സ് ഓൾഡാണ്. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ സംഭവിക്കും, അല്ല എല്ലാവർക്കും ഇതൊക്കെ പരിശ്രമിച്ചാൽ നടക്കാത്തതൊന്നും ഇല്ലെന്നുള്ളതിൻ്റെ കൂടെ ഒരു മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എപ്പോഴും അല്ലെങ്കിൽ എന്തായാലും ഇതൊക്കെ ഒന്നും ഇമ്പോസിബിൾ അല്ല എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ വിചാരിച്ചാൽ എന്ത് കാര്യങ്ങളും നടക്കുമെന്നുള്ളത്. എൻ്റെ അടുത്ത് 2 വർഷമായിട്ട് പുള്ളി എപ്പോൾ വന്നാലും വണ്ടി വാങ്ങിയിട്ട് ഏതെങ്കിലും വാങ്ങിക്കുമെന്ന് പറഞ്ഞ് എന്നെ പുഷ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ലണ്ടനിൽ നിന്ന് വന്ന സമയം പോലെ പറയും വണ്ടി വേണം. ഇവരൊരു വണ്ടി ഭ്രാന്തനാണ്, ഞാനെന്നാൽ ഓപ്പോസിറ്റുമാണ്. വാങ്ങിക്കാം, സമയമാവട്ടെ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ ഒരു സമയത്ത് ഞാൻ എപ്പോഴും പറയും, സൊസൈറ്റിയിൽ നമുക്കൊരു വണ്ടി വേണം. എല്ലായിടത്തും സെലിബ്രിറ്റി ആയിട്ട് പോകുമ്പോൾ നമുക്ക് പോകാനായിട്ടൊരു വണ്ടി എടുക്കണം. എൻ്റെ ഒരു വലിയ സ്വപ്നം ഒരു 10-30 ഒരു ഇന്നോവയൊക്കെ ആയിരുന്നു. പക്ഷേ അതിലേക്കായിട്ട് വലിയൊരു സ്വപ്നമായിട്ട് ഇതൊരു വളരെ സന്തോഷം. എന്താണ് ഈ നിമിഷത്തിനെ കുറിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇരിക്കുന്ന രണ്ടുപേരും ചെറുപ്പത്തിൽ സൈക്കിളിലൊക്കെ ഇരുന്ന് പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ ഞങ്ങളുടെ അനിയനും ചേട്ടനും എന്നുള്ളൊരു ബന്ധത്തിലല്ല ജീവിക്കുന്നത്. ഒരു ഉദാഹരണമാണ് ഞങ്ങൾ എന്തായാലും. ഇപ്പോൾ അമ്മയെ എല്ലാവരും കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, പക്ഷെ എങ്കിൽ പോലും ഫാമിലി എല്ലാവരും അവിടെ സന്തോഷമായിട്ടിരിക്കുകയാണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞങ്ങളുടെ ആ ഒരു അനിയനും ചേട്ടൻ ബന്ധത്തിലല്ല വന്നത്. എന്താണ് പറയാൻ വാക്കുകൾ എപ്പോഴും പറയാറുണ്ട്. സംസാരിക്കുമ്പോഴൊക്കെ ചേട്ടനെ പറ്റി ചേട്ടനുമായിട്ടുള്ള പഴയ കഥകളൊക്കെ ഇങ്ങനെ എപ്പോഴും ഷെഫ് പറയുന്നത്. ഷെഫ് എവിടെ പോയാലും എൻ്റെ കൂടെ ഞാനും പോകാറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വാക്കുകളില്ല. ഷെഫിനൊരു വണ്ടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഷെഫ് എന്നെയും എൻ്റെ നാട്ടുകാരെ എല്ലാവരും ഞെട്ടിച്ചു. എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. മാരിയറ്റ് ഗ്രൂപ്പ് നടത്തുന്ന കൊച്ചിയിലെ ഹോട്ടൽ ലേ മെറിഡിയനിൽ റെസ്റ്റോറന്റ് ഷെഫ് പിള്ള തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്കായി എത്തിയപ്പോഴാണ് അതേസമയം തന്നെ റെസ്റ്റോറന്റിൽ ഇരുന്നാൽ കാണാവുന്നത്ര അടുത്ത് മെഴ്സിഡസ് ബെൻസിന്റെ ഷോറൂം കോസ്റ്റൽ സ്റ്റാർ ആരംഭിക്കുന്നത്. വളരെ യാദൃശ്ചികമായാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന എസ് ക്ലാസ് മോഡൽ കാണുന്നതും ഉടമ തോമസ് അലക്സിനെ പരിചയപ്പെടുന്നതും അതേ കാർ തന്നെ വാങ്ങാൻ ഷെഫ് തീരുമാനിക്കുന്നതും. ഹലോ, ഹായ്. അപ്പോൾ നിങ്ങളൊക്കെ ഷെഫ് ഇവിടെ ലേമറിൽ തുടങ്ങാനിരിക്കുന്ന പുതിയ റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫ്സ് ആണ്. എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഷെഫ് ഈ പുതിയൊരു എസ് ക്ലാസ് ബെൻസ് വാങ്ങിയ ഈ ഒരു നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഒരു സന്തോഷം? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സന്തോഷമുണ്ട്. ഷെഫ് ഇതുപോലൊരു കാറ് ഇതും നമ്മൾ വേൾഡിൽ തന്നെ ഏറ്റവും പ്രസ്റ്റീജ് ആയുള്ള കാറ് ഷെഫിന് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഓപ്പൺ ചെയ്യാൻ ഞങ്ങൾ പുതിയ റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ളേ റെസ്റ്റോറൻറ്റിലേക്ക് എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.